സമയം 1 മണി 2 മണി ആയിട്ടുണ്ട്. രാത്രിയിലെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് അവരോട് എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം എന്നൊക്കെ ചോദിച്ചറിയാം. വളരെ കൗതുകമുള്ളൊരു ദൃശ്യം തന്നെയാണിത്. അഭിനേത്രി ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഏതൊക്കെയോ സിനിമകളിലൊക്കെ അഭിനയിച്ചു. എറണാകുളം നഗരത്തിൽ രാത്രി ഏറെ വൈകിയും സ്വിഗ്ഗി ഓടുന്ന ഒരു വനിത. ഇപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് 1:30 കഴിഞ്ഞ് 2 മണി ആയാണ്. നിങ്ങളിപ്പോൾ ഒരു സ്ത്രീയാണ് രാത്രി 2 മണിക്ക് സ്വിഗ്ഗി ഓടുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒന്നുമില്ല, സ്വിഗ്ഗി ഞാൻ മോർണിംഗ് ഉച്ചയ്ക്ക് കുറച്ച് സമയം ഓടും. പിന്നെ നൈറ്റ് എന്താ വെച്ചാൽ ട്രാഫിക്കും കുറവായിരിക്കും, ട്രാഫിക്കും കുറവാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ഇതാണ്. ബാക്കി വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈം അതാണ്. രാത്രി എത്ര മണി തൊട്ടിട്ടാണ് ഈ ഓട്ടം സ്വിഗ്ഗി? ഒരു 10 മണി തൊട്ടിട്ട് ഏർലി മോർണിംഗ് വരെ ഓടും. ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ ഒരു ആക്ടർ കൂടിയാണ്, ആർട്ടിസ്റ്റാണ്. വർക്ക് ചെയ്യുന്നുണ്ട്, മൂവിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് പരിപാടികളൊക്കെ പകൽ ചെയ്യും, നൈറ്റ് പിന്നെ. ഇപ്പോൾ ലാസ്റ്റ് പടം പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടിരിക്കുകയാണ്. പ്രാവിൻകൂട് ഷാപ്പ് അതിപ്പം കഴിഞ്ഞിരിക്കുകയാണ്. അതിന് മുന്നേ ഒരു 3-4 വർഷം മുന്നേ ചെയ്തത് പ്രണയമിനുകളുടെ കട, ശുഭരാത്രി, ജനമൈത്രി, അങ്ങനെ കുറച്ച് പടങ്ങൾ, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്. നിങ്ങളെപ്പോലെ ഇങ്ങനെ സ്വിഗ്ഗി ഓടുന്ന മറ്റു സ്ത്രീകൾ ഞാൻ ചിലത് എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, എങ്കിലും വളരെ വിരളമാണ്. താങ്ക് യു. വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ബുദ്ധിമുട്ടില്ല. ഞാൻ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മളിപ്പോൾ വേറെ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് ടൈം പീരീഡ് പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ പാഷനൊരു തടസ്സമായിരിക്കും. നമ്മളൊരിടത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് അതിൽ വർക്ക് ചെയ്യണം. 24 അല്ല, 12 മണിക്കൂറെങ്കിലും മിനിമം വർക്ക് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയം ചെയ്താൽ മതി. വേറെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പോവാം. വലിയ റെസ്ട്രിക്ഷനും പരിപാടിയൊന്നുമില്ല. പിന്നെ ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്, വിശന്നിരിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി. നല്ലതല്ലേ? ഇതിന് മുമ്പ് ഓടിയിട്ടുണ്ടോ? മുന്നേ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു വൈറ്റിലയിൽ. കോവിഡ് വന്ന് അത് ക്ലോസ് ചെയ്ത സമയത്ത് കുറച്ച് ദിവസം ഞാൻ ഓടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ സിനിമയാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.